ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ സൺഡേ ഞാൻ എടുത്തു വെച്ച കുറച്ച് വീഡിയോസാണ് കേട്ടോ. അപ്പം ഞാനിത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ലേറ്റായി പോയി ഗായ്സ്. അപ്പം ഞാൻ ഇന്നിത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ പൊതുവേ ഞങ്ങൾക്ക് ക്ലീനിങ് അന്ന് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ഫ്രീ ആയിരിക്കുമ്പോഴാണല്ലോ നമുക്ക് എല്ലാം ക്ലീൻ ചെയ്യാനൊക്കെ പറ്റാറുള്ളൂ. അങ്ങനെ ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞ് അച്ഛനവിടെ പെയിൻ്റ് അടിക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഒന്ന് വല്ലാർപാടം വരെ പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാട്ടോ. അപ്പം ഞാനും അമ്മയും പിന്നെ ആദ്യക്കുട്ടനും ആദൂസും പിന്നെ അമ്മയുടെ ചേച്ചിയുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ 5 പേരും കൂടെ വല്ലാർപാടം പള്ളി പോവാണ്. അപ്പോൾ ബസ് വന്ന് കയറി ഞങ്ങളിവിടെ എത്താറായിട്ടോ. അപ്പോൾ ആദ്യക്കുട്ടനും ആദൂസും കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. നട്ടുച്ചയായത് കാരണം നല്ല വെയിലായിരുന്നു കേട്ടോ ഗൈസ്, ഭയങ്കര ചൂടും. അങ്ങനത്തെ ബസ്സൊക്കെ ഇറങ്ങി ഞങ്ങളുടെ വല്ലാർപാടം പള്ളിയിലോട്ടുള്ള വഴിയിലേക്ക് നടക്കുക കേട്ടോ. ചില സമയത്ത് നമുക്ക് വല്ലാർപാടം പള്ളി നേരിട്ടുള്ള ബസ് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ആ നേരത്തെ ഞങ്ങൾ പള്ളിയുടെ പുറകുവശത്ത് ഇറങ്ങിയാൽ നമുക്ക് അത്രയും നടക്കേണ്ടി വരില്ല. അപ്പോൾ ഇത് പള്ളിയുടെ ഫ്രണ്ടിലാണ് കേട്ടോ നിർത്താറ്. അപ്പോൾ ഇത് കുറച്ച് നടന്നിട്ട് വേണം നമുക്ക് പള്ളിയിലോട്ട് വരാനായിട്ട്. അങ്ങനെ നടക്കുന്ന വഴിയിൽ ആദ്യക്കുട്ടൻ വെള്ളം കണ്ടപ്പോൾ അവിടെ നിന്ന് നോക്കിക്കൊണ്ട് കേട്ടോ. അപ്പോൾ ആദൂസും നോക്കുന്നുണ്ട്. ചേച്ചിയുടെ പുറകെ അനിയൻ ഇങ്ങനെ നോക്കി നടക്കുക കേട്ടോ. ഞാനും എൻ്റെ അമ്മയും കൂടെ പണ്ട് എന്താ പറയുക, മിക്കപ്പോഴും ടൈം കിട്ടുമ്പോഴൊക്കെ വല്ലാർപാടം പള്ളിയിൽ മിക്ക ഞായറാഴ്ച വരാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം അങ്ങനെ വരവ് കുറവാണ്, എന്നാലും വരാറുണ്ട്. ഇപ്പോൾ കുറേ നാളായിട്ട് വന്നിട്ട്. അപ്പോൾ ആദ്യക്കുട്ടിനൊരു നേർച്ച ഉണ്ടായിരുന്നു ഒന്ന് തൊഴിക്കാനായിട്ട്, അങ്ങനെ വന്നതാട്ടോ. അങ്ങനത്തെ ഈ ഒരു ക്രിസ്മസ് ട്രീ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നോക്കിയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് കാണുമ്പോൾ ഇത്ര ഭംഗിയാണെങ്കിൽ രാത്രി ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കാണുക. പക്ഷെ ഞങ്ങൾക്ക് അത്ര നേരം നിൽക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പള്ളിയിലൊക്കെ തൊഴുത് ഞങ്ങൾ അടിച്ചു വരുന്ന നേർച്ച ചെയ്തോട്ടാ. അങ്ങനെ ഞങ്ങളുടെ എല്ലാ നേർച്ചയും കഴിഞ്ഞു. അതിനുശേഷം പുറകെ വശത്തൊരു പള്ളി ഉണ്ടല്ലോ, അപ്പോൾ അവിടെയും പോയി തൊഴുതിട്ടൊക്കെ വന്നു കേട്ടോ. പിന്നെ ദേവാദിക്കയിൽ നമ്മൾ കിണറുണ്ടല്ലോ, മാതാവിൻ്റെ കിണറുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ അടച്ചിട്ടേക്കുവാണ് കേട്ടോ. അതിനുശേഷം ഇങ്ങനെ ഈ മാതാവിൻ്റെ കയ്യിൽ നിന്ന് വെള്ളം വരുന്ന പോലെ നമുക്ക് കുറേശ്ശെ വെള്ളം വരുന്ന രീതിയിലാക്കിയിട്ട് അപ്പോൾ ഒരുപാട് വേസ്റ്റ് ആവില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി മീനൊക്കെ കണ്ട് പിന്നെ ഇവിടെ ഒരുപാട് പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതും നോക്കി നിന്ന് പിന്നെ മെഴുകുതിരിയും കത്തിച്ച് ഞങ്ങൾ നേരെ അഭിരാമി ഹോട്ടലിലേക്ക് വന്നു കേട്ടോ. എപ്പം ഞങ്ങൾ എറണാകുളത്ത് വന്നാലും അഭിരാമി ഹോട്ടലിലാണ് വരാറ്. അപ്പോൾ ഇവിടെ വന്നൊരു അങ്ങനെ ഞങ്ങളെല്ലാവരും മസാല ദോശയും പിന്നെ ആദൂസ് നെയ്റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആദൂസിൻ്റെ നെയ്റോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് ദോശയൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ വീട്ടിലെത്താറായപ്പോൾ ആദ്യക്കൂട്ടം നല്ല ഉറക്കമായി പോയി. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ നല്ല അടിപൊളിയായിട്ട് വീടൊക്കെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് റൂമാണ് കേട്ടോ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.